നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് പ്രഖ്യാപനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഏത് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വന്നാലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമാണ്. 9-ാം തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ച തീയതിക്ക് തന്നെ തെരഞ്ഞെടുപ്പ് ഫലപ്രദമായി നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം ഏറെക്കുറെ നേരത്തെ തന്നെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. അപൂർവം ചില മണ്ഡലങ്ങളിൽ ചില ധാരണകളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപനം വരും. മുന്നണിയുടെ പാർട്ടികൾ മുന്നണി സീറ്റ് വിഭജനം നടത്തിയിട്ടുണ്ടെങ്കിലും ഓരോ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ ആരാണെന്ന് തീരുമാനിക്കുക ആ പാർട്ടിയാണ്. ആ പാർട്ടി പ്രത്യേകമായിട്ട് പ്രഖ്യാപിക്കും. CPIM സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷ് സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസൃതമായി അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം പ്രവർത്തനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന നില വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വ്യാപകമായി പ്രചരണങ്ങളും സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ള നിലപാടും ഇപ്പോൾ കേരളത്തിൽ നടന്നു വരികയാണ്. ചില സീറ്റുകളിൽ സ്വതന്ത്രന്മാർ മത്സരിക്കുന്ന ചില സീറ്റുകളുണ്ട്. ആ സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവസാന ധാരണ വരേണ്ടതുണ്ട്. ബാക്കിയെല്ലാം പാർട്ടി തലത്തിൽ ഉള്ളതല്ല ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPMഉം CPIയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റു പാർട്ടികളും കഴിയാവുന്നത്ര വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഭരണത്തിലാണ്. ആ 10 വർഷക്കാലം കേരളത്തിന്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ നടപടികൾ, അതിന് സമാനതകളില്ലാത്ത നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ വല്ലാതെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടും അതിനെ അതിജീവിച്ച് ജനങ്ങളെ പ്രശ്നങ്ങൾക്ക് കൈകാര്യം ചെയ്ത് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ജനങ്ങളിലുള്ള വിശ്വാസമാണ് പ്രകടമാക്കുന്നത്. ആ വിശ്വാസം മുഖവിലക്കെടുത്തുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമവുമായി വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ തുടരുന്ന അന്തരീക്ഷമാണ് ഈ നടപടികളിലൂടെയെല്ലാം വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുന്നതിന് ആവശ്യമായ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 99 ഇപ്പൊ UDF പറയുന്നത് 100-ൽ അധികം സീറ്റ് നേടിയാണ് അവർ വിജയിക്കാൻ പോവുക എന്നതാണ്. LDFന്റെ അവര് 100 സീറ്റാണ്, നമുക്ക് 99 കിട്ടില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ വലിയ മുഖവിലക്കെടുക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന ചില പദ്ധതികൾ രാഹുൽ ഗാന്ധിയെ കൊണ്ട് പ്രഖ്യാപിച്ചു. എന്തിനാണത്? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ പ്രസിദ്ധീകരിക്കാം. ഇവിടെ മുന്നണി ജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പാർട്ടികളല്ലേ പറയുന്നത്, അഖിലേന്ത്യാ നേതൃത്വമാണോ പറയുന്നത്? എന്റെ UDFന് അങ്ങനെ ഒരു സമീപനം വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 6000 രൂപ എന്നവർ പ്രഖ്യാപിച്ചു. ഇപ്പോഴവർ പ്രഖ്യാപിക്കുന്നത് 3000 രൂപയാണ്. എന്താ ഇത് അർത്ഥമാക്കുന്നത്?
അവരെ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പിലാക്കാനുള്ളതല്ല, നടപ്പിലാക്കിയിട്ടില്ല. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ദേശീയ തലത്തിൽ മുന്നോട്ട് വെച്ചിട്ടില്ലേ? ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടപ്പിലാക്കിയോ? ദാരിദ്ര്യം അതുപോലെ തുടരല്ലേ? എന്നാൽ കേരളത്തിൽ അതിദാരിദ്ര്യം ഒഴിവാക്കി. കേവല ദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലൂടെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഞങ്ങൾ അത് ജനങ്ങളിൽ വിശദമായ ചർച്ച നടത്തി ഞങ്ങളത് രൂപപ്പെടുത്തി വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പോഴെങ്ങനെയാണ് UDF 99 അല്ല 100-ലധികം സീറ്റാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തടിസ്ഥാനത്തിലാണ്? അവർക്ക് എന്തും പറയാലോ, പറയുന്നത് നടപ്പിലാക്കണ്ടല്ലോ. ഞങ്ങൾ പറയുന്നത് നടപ്പിലാക്കുന്നുണ്ട്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന നിലപാടാണ് ഞങ്ങൾ തുടരുന്നത്. സീറ്റ് വിഭജനത്തിൽ ആർജെഡിയും മാണിയും അതിർത്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ചേർന്ന ആർജെഡി യോഗത്തിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അവർ ചോദിച്ചു 3 അധിക സീറ്റ് കൊടുത്തില്ല എന്നുള്ള. അതേപോലെ കേരള കോൺഗ്രസ് 3 അധിക സീറ്റ് ആര് കൊടുക്കാൻ? CPM കൊടുത്തില്ല എന്നുള്ളതാണ്. CPM കൊടുക്കാനും ബാക്കി എല്ലാവരും വാങ്ങാനുള്ളതാണ്. CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പാർട്ടിയല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPIM അതിന്റെ നിലപാടെടുക്കുന്നു. അതല്ലാതെ CPMന്റെ കൈവശമുള്ള എല്ലാ സീറ്റുകളും മറ്റാർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളൊരു നിലപാട് ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ തുടരാൻ കഴിയുന്നതല്ല. ഇതിൽ കേരള കോൺഗ്രസ് RJD ഇന്നത്തെ മീറ്റിംഗിന്റെ പേര് എനിക്കറിയില്ല. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് വളരെ സഹായകരമായ നിലപാടാണ് അവർ സ്വീകരിച്ചത്. കേരള കോൺഗ്രസ് നിലപാടാണ് സ്വീകരിച്ചത്. അവർ 12 സീറ്റിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. 13 സീറ്റ് വേണം എന്ന ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. 13 സീറ്റ് എന്നുള്ളത് കഴിഞ്ഞതിലുള്ള ഒരു കുറ്റ്യാടി സീറ്റ് ഉൾപ്പെടെയാണ് 13 സീറ്റ് അവർ പറയുന്നത്. കുറ്റ്യാടി സീറ്റ് കഴിഞ്ഞ തവണ തന്നെ മുന്നണിയിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ CPM മത്സരിച്ച സീറ്റാണ്. അവിടെ ജയിക്കുകയും ചെയ്തിട്ടുള്ള സീറ്റാണ്. ഇപ്പം CPMന്റെ കൈവശമുള്ള സീറ്റാണ്. ഓരോ പാർട്ടിയുടെയും കൈവശമുള്ള സീറ്റിൽ ഈ തവണ ഇടപെടേണ്ടതില്ല, തൊടേണ്ടതില്ല എന്നൊരു പൊതു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അവർ കൂടുതൽ സീറ്റ് ചോദിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ആ സീറ്റെല്ലാം അതൊരു സ്വാഭാവികമായുള്ള ഒരു ചർച്ചയിൽ ഉയർന്നു വരുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന നിലയിൽ മാത്രം കണക്കാക്കിയാൽ മതി. അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞങ്ങളും കടന്നിട്ടില്ല. അതിന്റെ ഒരു ആവശ്യം ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. എല്ലാവരും യോജിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് സീറ്റിന്റെ കാര്യത്തിൽ പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ പറയാൻ പറ്റില്ല. അത് അവിടെ നിന്നാണ്, തിരുവനന്തപുരത്ത് നിന്ന് CPM സെക്രട്ടറിയാണ് പറയേണ്ടത്. CPMനുള്ള സീറ്റാണ് പാലക്കാട്. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി CPMനുള്ള സീറ്റാണ്. കൊടുവള്ളി ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് ഇപ്പം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പാലക്കാടും പറഞ്ഞിട്ടില്ല. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരുന്നത്. വേറെന്താ വേണ്ടത്? പ്രഖ്യാപിക്കാനുള്ള സീറ്റ് കൊടുവള്ളി, കോട്ടക്കൽ, തിരൂർ, കൊണ്ടോട്ടി, പാലക്കാട് ഇതെല്ലാം CPMന്റെ സീറ്റുകളാണ്. അപ്പം അത് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനനുസരിച്ച് പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകും. ഞങ്ങളെ പാർട്ടി 75 സീറ്റിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അംഗങ്ങളെ, പാർട്ടി പ്രതിനിധികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 സീറ്റിൽ CPMന്റെ സ്വന്തം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 75, 6, 81 ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. 86 സീറ്റിലാണ് ഞങ്ങൾ ആകെ മത്സരിക്കുന്നത്. 5 സീറ്റിൽ ഈ പറഞ്ഞ രീതിയിൽ സ്വതന്ത്രന്മാർ മത്സരിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന സീറ്റിൽ ഞങ്ങൾക്ക് ഡിസ്കഷൻ പൂർണ്ണമായിട്ടില്ല. അത് അവരെ ആരാണെന്ന് പൂർണ്ണമായി കണ്ടെത്തിയിട്ടില്ല. അവരെ കാണാതെയല്ല, എന്നാലും ഏറ്റവും സ്യൂട്ടായ സ്ഥാനാർത്ഥി വേണം എന്നുള്ള നിലയ്ക്ക് അതിനുള്ള ശ്രമമാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവരാണ് പറയേണ്ടത്. NCP CPMുമായിട്ട് യാതൊരു തർക്കവുമില്ല. അവിടെ NCPയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് അവരാണ്. NCP ആണ് പറയേണ്ടത്. അത് അങ്ങനെ എന്തെങ്കിലും വിശദീകരിക്കേണ്ടി വന്നാൽ അവർ പറയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ 2 ടേം വ്യവസ്ഥയിൽ എല്ലാവർക്കും ഇളവില്ലല്ലോ. അതല്ല, അത് ഞങ്ങള് മണ്ഡലത്തിന്റെ സാധ്യതകളെല്ലാം പരിശോധിച്ചിട്ട് ഉറപ്പായി ജയിക്കും എന്നുള്ള മണ്ഡലത്തിൽ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉറപ്പായി ജയിക്കില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. അപ്പം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് കൂടുതൽ വിജയസാധ്യതയും കൂടി കണക്കിലെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് അതിനെ കാണേണ്ടതില്ല. അവിടെ ഞങ്ങളുടെ മാനദണ്ഡം 2 തവണയാണ്. ചിലർക്ക് മത്സരിക്കുന്നതിന് കൺസെഷൻ കൊടുത്തിട്ടുണ്ട്. അത് വിജയസാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് കൺസെഷൻ കൊടുത്തിട്ടുള്ളത്.
പേരാമ്പ്രയിലെ തവണത്തെ ഒരു അതല്ല നിങ്ങൾ വിലയിരുത്തിക്കോ. പേരാമ്പ്രയിൽ ഞാൻ കണക്കാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ വിജയിക്കുമെന്നാണ്. വിജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. നിങ്ങൾ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത്. ഞാനാണ് മത്സരിച്ചത്. 22,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ ജയിച്ചിട്ടുണ്ട്. ഇപ്പം ഭൂരിപക്ഷത്തിന്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയാൻ.